ഓ ചെറുക്കൻ തമ്മയിക്കൂല. അമ്മാവാ ഇടി ജമന്തി. എന്തോ അമ്മ എന്തോന്ന് 2019 അത്ഭുതം കാണാൻ പോവാണ്. ഞെട്ടരുത്. തങ്കത്തിന്റെ തുണിയിൽ കൊടുക്കുക. തങ്കത്തിനെ കണ്ണിച്ചോരല്ലേട്ടാ. ഈ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ പണിയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടാ? എന്ത് വിചാരിച്ചിട്ടാ? ഇതൊക്കെ അവന്റെ നമ്പറല്ലേ? ഒന്നാം തരം നാടകം. ഒരു നാടകവും അല്ല. എന്റെ ക്ലീറ്റസിന് എന്റെ തങ്കത്തിനോട് ഇത്ര മനസ്സലിവ് തോന്നിയല്ലോ. അത് എന്നാ ഭാഗ്യം. അവൻ ഇന്നലെ ചെയ്തിട്ടുണ്ടമ്മ. പിന്നെ ഇന്നുവരെ ചെന്നിട്ടില്ലെന്നും പറഞ്ഞ് തേണ്ട എന്റെ ഹവീൽദാർ സർവീസിൽ ഇരിക്കുമ്പോഴേ എന്റെ സാരിയും ബ്ലൗസും അടിപ്പാവട വരെ കഴുകി തന്നിട്ടുണ്ട്. അറിയാമോ? അളിയ അടിപ്പാവാട കഴിയ കാര്യമൊന്നും പറയണ്ട. അതിനനുഭവിച്ച മുഴുവൻ ഞാനല്ലേ. എന്താന്ന് നീ അനുഭവിച്ചു? വെറുതെ പഴയ കെട്ടെന്ന് എന്നെ കൊണ്ട് എടുത്ത് പുറത്തേക്ക് ഇടിക്കരുത്. അതിർത്തിയാക്കണ ഒരു മനുഷ്യനെ കൊണ്ട് ഉള്ള പെണ്ണുങ്ങൾ ചെയ്യണ പണി മുഴുവൻ ചെയ്യിച്ചിട്ട് അളിയൻ തോക്കെടുത്ത മുഴുവൻ എന്റെ നടക്കും. എന്തല്ലാന്ന് മാമ പോട്ടെ, നീ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് നമ്പരാണ്. ഇത് ഒന്നാം തരം അടവാണ്. പിന്നെ ഇത് അടവൊന്നുമല്ല. സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാ തുണിയൊക്കെ കഴുകിക്കൊടുക്കും. ഹലോ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിന്റെ തുണിയൊക്കെ ഞാൻ കഴുത്തിട്ടുണ്ടെന്നല്ലേ? അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. കുടുംബക്കാരെല്ലാം കൂടെ കൂടി എന്നൊരു ഗൂഢാലോചന എന്നെ കുറിച്ച് ദുഷിപ്പ് പറയണായിരിക്കും. സംഭവം നിന്റെ നിഗമനം ശരിയാണ്, നിന്നെ കുറിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കുറ്റല്ല പറഞ്ഞത്, നല്ലതാണ്. ഭയങ്കര സംഭവം. എന്റെ പൊന്നെ, എന്റെ തങ്കത്തിന് കിട്ടിയ പവിഴാടാ പവിഴം നീ. അല്ല അമ്മ, ഈ പറഞ്ഞല്ലേ ഈ ഭാര്യ എന്ന് പറയണ അവള് എന്തുമാത്രം എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ചെറിയൊരു കൈത്താങ്ങ് നമ്മള് ഭർത്താക്കന്മാരല്ല, പിന്നെ ആരാ ഇതൊക്കെ ചെയ്തു കൊടുക്കാന്? ഇണ ഒരു തുണയാവണമെന്നൊരു കേട്ടാ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞത്? ഇണ ഒരു തുണയാവണമെന്ന് പഠിക്കും. ഈ തുണ ഒരു ഏണിയാണ്, നീ ഓർത്തോ? നീ അങ്ങനെ ഇങ്ങോട്ട് അടച്ചാക്ഷേപിക്കല്ലേ. അവനൊരു മനസ്സലിവൊക്കെ ഉണ്ട്. ചിലപ്പോ അവൻ നന്നാവും. ഇത് പുറത്തൊരു പണിക്കും പോണില്ല എന്നുള്ളത് തങ്കത്തിന് സഹായിക്കാച്ചിട്ടല്ലേ. പറഞ്ഞില്ലേ ഇന്ന് കുടുംബശ്രീയുടെ മറ്റേ സമ്പാദ്യ ലോൺ കിട്ടുന്ന ദിവസം അതുപോയി മേടിക്കണം. 20,000 രൂപ. പോയിട്ട് വാ. അപ്പൊ അതാണ് ക്ലീറ്റസിന്റെ ഈ മനസ്സലിവിന്റെ കാര്യം. എന്തേ അങ്ങോട്ട് നോക്ക്. എന്റെ പത്മനാഭ, ഞാൻ എന്തീ കാണുന്നത്? ഇനി കഴുകാൻ വല്ല ഉണ്ടാ തങ്കം? ഞാൻ അലമാരിൽ കഴുകി ഉണക്കി വെച്ചിരുന്ന ഉടുപ്പ് അത്. നീ ഇത് കണ്ട അന്നവിടെ റെഡി. നിനക്ക് കുടുംബശ്രീ കിട്ടാൻ പോകുന്ന 20,000 ലോണില്ലേ, അതാണ് ആ തൂങ്ങി ആടുന്നത്. തരാം, ഞാൻ ഈ ഉടുത്തേക്കണ സാരിയും കൂടി തരാം. അളിയാ, എന്റെ തുണിയൊക്കെ ഒന്ന് കഴിവാണ്ടോ അളിയാ? ഡാഡിയേ, ഡാഡിയുടെ കണക്കൂട്ടലൊക്കെ തെറ്റി മക്കളെ. ഓർമ്മ വെച്ചാലും അമ്മ ഇങ്ങനെ ആറാണ്. എന്താണ് കണക്കൂട്ടല് തെറ്റിയെന്ന്? ഡാഡി പറഞ്ഞ അതല്ല, അമ്മയ്ക്ക് മറ്റേ ലോൺ കിട്ടുമല്ലോ കുടുംബശ്രീന്ന്. അതിന്ന് പകുതി പൈസയെങ്കിലും ഡാഡിക്ക് തന്നാ മതിയായിരുന്നു. ഓ, അത് കിട്ടൂല ഡാഡി. അമ്മയ്ക്ക് 20,000 രൂപയല്ലേ കിട്ടണം. 25,000 കടമുണ്ട് അമ്മയ്ക്ക്. അവിടെ ഇരുന്ന് എഴുതണുണ്ട് ഞാൻ. പാവം. എന്താ എഴുതണുണ്ട്? ആൾക്കാരെ പേര് കൊടുക്കാനുള്ള പൈസ. അതിൽ ഡാഡിയുടെ പേരുണ്ടോ? ഡാഡി കടം വാങ്ങിച്ചിട്ട് കൊടുക്കാത്തവരെ പേരുണ്ട്. നീ അമ്മയടുത്ത് സമയം കിട്ടുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഡാഡിയുടെ കട ഒന്നും അമ്മ വീട്ടാൻ നിൽക്കണ്ട. അതൊക്കെ ഡാഡി എപ്പോഴേലും അധ്വാനിച്ച് വീട്ടിക്കോളാം കേട്ടോ. ആരുടെ ആരുടെ അൻസാറാ? ആ കയറി വാ. അത് ശരിയാവില്ലേ? കുഴപ്പമില്ല, തങ്ക ഇവിടെ അല്ലേ, ആള് പുറത്തു പോയി, നീ കയറി വാ. ആ ശരി. എന്ത് ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ വന്നിരിക്കുന്നു? നിന്നെ വിളിക്കാൻ എന്റെ ഫോണിൽ പൈസ വേണ്ടേ? ബെസ്റ്റ്. ഈനെ വെച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ഞാൻ ഇവിടെ വളരെ ദാരിദ്ര്യമായിട്ടിരിക്കണം, നീ അതൊക്കെ ഭൂലോക ദാരിദ്ര്യവാസിയായിട്ടിരിക്കുന്നു. കൊള്ളാം. ഈ ദാരിദ്ര്യം എന്ത് മാറൂടേ? അളിയ, ദാരിദ്ര്യമൊക്കെ മാറാനുള്ള ഒരു വകുപ്പോട്ടെ ഞാൻ വന്നത്. എന്തോ വകുപ്പ്? വഴിയുണ്ട്. അളിയ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, സംസാരിക്കാം. നീ പറഞ്ഞ പൈസക്ക് വണ്ടി കിട്ടുമോ? എന്റെ അളിയ കിട്ടുമെന്ന് 40,000 രൂപയാണ് ചോദിക്കുന്നത്. അളിയ 25,000 കൊടുത്ത പണി നടക്കും. പിന്നെ വിറ്റാലുണ്ടല്ലോ 50,000 രൂപയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 25,000-ന് 25,000 ലാഭം.
ആ കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷേ ഇതൊക്കെ നടക്കുമോ? എന്റെ അളിയ നടക്കൂന്ന്. നീ ഒരു 25,000 രൂപ മറിക്ക്, നമുക്ക് സംഗതി നടത്താം. പറയാൻ ഭയങ്കര എളുപ്പമായി. എന്ത്? ഈ 25,000 ഗുണം എവിടെ? എന്റെ അളിയ വണ്ടി മറിച്ച് വിറ്റാൽ നമുക്ക് 50,000 കിട്ടും. നീ 25,000 വാങ്ങിക്കുന്നതിന് 30,000 കൊടുക്കാന്ന് പറയണം. എന്നാലും നമുക്ക് 20,000 രൂപ നമുക്ക് ലാഭമല്ലേ? അതെങ്ങനെ? വണ്ടി 50,000 രൂപയ്ക്ക് വിൽക്കും, നീ 25,000 രൂപ മറിക്കണം, 5,000 രൂപ അവന് കൂടുതൽ കൊടുക്കാന്ന് പറയണം. അല്ല, ഈ വണ്ടി ഇപ്പൊ 40 ചോദിച്ച ആള് 25 തരുമെന്ന് എന്താ ഉറപ്പ്? അതൊക്കെ ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ഉറപ്പ്? 25,000 കിട്ടുമെന്ന്. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ്, മനസ്സിലായ? അതുകൊണ്ടാണ് നമുക്ക് ഈ ചീപ്പായിട്ട് കിട്ടുന്നത്. പിന്നെ അളിയ വേറൊരു കാര്യം എന്താണെന്നറിയോ, എന്റെ കയ്യിൽ ഒരു കാറ്ററിംഗ് കാരുണ്ട്. കാറ്ററിംഗ് അളിയെ കണ്ടിട്ടില്ല? ഈ 60 രൂപ ബിരിയാണിയൊക്കെ ഇതിനകത്തല്ലേ വിൽക്കുന്നത്, നീ കണ്ടിട്ടില്ലേ റോഡിലിട്ട്? ഹലോ, എന്താ കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാര് തമ്മിലൊരു ചർച്ച? അത് അമ്മാവാ, ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ വരുമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴേ ചർച്ച ചെയ്താലേ അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. വേണം 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 വേണം, ചർച്ച നിർബന്ധമായിട്ടും വേണം. എല്ലാ പ്രാവശ്യം തോറ്റതിനേക്കാൾ കൂടുതൽ എങ്ങനെ തോൽക്കാം എന്നതിനെ കുറിച്ചൊരു ചർച്ച നല്ലതാ. അമ്മാവ കൂടുതൽ കളിയാക്കണ്ട. ഞങ്ങളിപ്പോ ഡൽഹി നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ രൂക്ഷമായ ഒരു പ്രശ്നമുണ്ട്, അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരി, അപ്പൊ കേരളക്ക് വിട്ട് ഡൽഹിയിലേക്കാണ്, പാർലമെന്റ് ആണല്ലോ. ആവാം. അതെ, നമുക്ക് വണ്ടി എടുക്കാൻ ഒരു ഇരയാണ്, നമുക്ക് അമ്മാവനായിട്ടൊന്ന് ചർച്ച ചെയ്യാം. നീ വാ. അല്ല അമ്മാവാ, ഈ വിഷയത്തിൽ അമ്മാവന്റെ അഭിപ്രായം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പൊ ഈ ഡൽഹി നേരിടുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് അമ്മാവന്റെ ഒരു അഭിപ്രായം കൂടി അറിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഡൽഹിക്ക് ഒരു ഗുണം ഉണ്ടാവുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഡൽഹിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഡൽഹിയിൽ ഇപ്പോ ഓക്സിജൻ ഇല്ലല്ലോ ശ്വസിക്കാൻ. ഇല്ല. എന്താ അമ്മാവാ, അതെ, ഈ ഡൽഹിയിൽ ഈ വാഹനങ്ങളുടെ അതിപ്രസരണം കാരണം പൊല്യൂഷൻ, പുക, അന്തരീക്ഷ മലിനീകരണം നടന്ന ആകെ പ്രശ്നത്തിലാണേ. അപ്പൊ അവിടെ ഈ മലിനീകരണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവിട്ടൊക്കെയാണ് 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കാൻ. അതിനിപ്പോ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണം? എനിക്ക് അവിടെ വണ്ടിയൊന്നും ഇല്ലോ. വണ്ടി ഇല്ല എന്നല്ല അമ്മാവാ, ഇപ്പൊ ഈ ഡൽഹി ഇങ്ങനെ കിടന്ന് ഈ ശ്വാസം മുട്ടില്ല, ആൾക്കാർക്ക് ശ്വസിക്കാൻ നല്ല വായു ഇല്ലാതിരുന്ന. അപ്പൊ എന്ത് ചെയ്യണം, കുറെ അവിടെയുള്ള പഴയ വാഹനങ്ങളെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റണം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പഴയ വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. എവിടേക്ക്? കേരളത്തിലേക്ക്. അപ്പൊ ഇവിടെ മലിനീകരണം ഉണ്ടാവില്ല. ഇവിടെ ആവശ്യമുള്ള സ്ഥലം കിടക്കും. അമ്മാവാ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ കെയർ ഓഫിൽ ഒരു വണ്ടി അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ഒരു ഒമിനി വാൻ. ഒരു 25,000 രൂപയ്ക്ക് സാധനം ഇങ്ങനെ നമ്മുടെ കയ്യിൽ വരും. പോണായിരുന്നു 25,000 റുപ്യക്ക്. അതല്ലേ ഡൽഹി വണ്ടി ആയതുകൊണ്ടല്ലേ അങ്ങനെ കിട്ടുന്നത്, അവിടുത്തെ ഈ പ്രശ്നം കൊണ്ടല്ലേ ഇങ്ങനെ കിട്ടുന്നത് വിലതാത്ത്. പിന്നെ വിറ്റാലോ 50,000 രൂപയ്ക്ക് ഞാൻ കച്ചവടാക്കി വെച്ചിരിക്കുക. ഡബിള് ലാഭം, 25,000 ലാഭം. അതെ അതെ അതെ, ശരി, അത് നല്ല പരിപാടിയാണല്ലോ. എന്നാ പിന്നെ നോക്കുക, അതിനെന്താ നല്ല കാര്യല്ലേ, അത് ചെയ്തോ. അല്ല ബാവാ, അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോ ഇങ്ങനത്തെ ഒരു നല്ല സംരംഭത്തിന്റെ തുടക്കം അമ്മാനെ പോലെ ഒരു മുതിർന്ന ആളിൽ നിന്ന് തന്നെ ആവണമെന്നുള്ളൊരു മനസ്സിലൊരു മോഹം. അത് ശരി, അപ്പൊ ഇങ്ങനെ ഈ പഴയ വണ്ടികളൊക്കെ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ പാർട്ടി ഇലക്ഷനെ കാശുണ്ടാക്കണില്ലേ? അല്ല, അത് വേറെ. ഇത് പാർട്ടിക്ക് അവിടെ ഒരു നല്ല പേരുണ്ടാവും നമ്മളിത് ചെയ്യുമ്പോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ വെള്ളം കുടിക്കുമ്പോഴേ കിടക്കാനൊക്കെയുള്ള ഒരു സംഭവം, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. അപ്പൊ അതിനൊരു പ്രായമായ ആള് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പ്രസിഡന്റിന് ഒരു 10-60 വയസ്സായിണ്ടാവില്ലേ, മൂപ്പരെ കൊണ്ടാണ് ജയിക്കേ. അയ്യേ, അതൊക്കെ പിന്നെ പാർട്ടിയിൽ വേറെ ചീത്തപ്പേരും സംസാരങ്ങളും ഉണ്ടാവും. ഇത് പുറത്തുനിന്നുള്ള ഒരാളാകുമ്പോ നമുക്ക് കാണുമ്പോൾ ഒരു ഗമയായി, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്നിട്ട് പറയാലോ ഞങ്ങൾ പ്രേരിപ്പിച്ചിട്ടാണ് അമ്മാവൻ ഇത് ചെയ്തതെന്നൊക്കെ പറയാം. പാർട്ടിക്ക് ഒരു നല്ല പേരും. അമ്മാവനെ കണ്ട ഒരു ആട്ടിത്തുണ്ട്. അതെ, കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ വണ്ടി മറിച്ച് വെക്കണോണ്ട് പാർട്ടിക്കാണോ ഗുണം അതോ നിങ്ങൾക്കാണോ ഗുണം? ഇതിപ്പോ പാർട്ടിക്ക് അവിടെ നല്ല പേര്, ഞങ്ങൾക്ക് ഇവിടെ ചെറിയ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ചെറിയ ലേശം കിട്ടും. എന്തിനാടാ വെറുതെ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ കാര്യമൊക്കെ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു 10-25,000 റുപ്യ കിട്ടണ ഒരു ബിസിനസ് വന്നിട്ടുണ്ട്, ഒന്ന് സഹായിക്കേണ്ട കാര്യം, അത് അങ്ങോട്ട് മുഖത്ത് നോക്കി പറഞ്ഞാൽ പോരെ? അല്ല, അങ്ങനെ ഞാൻ പറയാം, അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെയാണ്. ഒരു 25,000 രൂപ തന്നാൽ നമുക്ക് ആ വണ്ടി അങ്ങ് എടുക്കാം. 25,000 റുപ്യ വേണ്ട, അതാ പ്രശ്നം. 25,000 റുപ്യ എടുക്കല്ലേ, അതാ പ്രശ്നം. അല്ല, അമ്മാവൻ വിചാരിച്ചാൽ നടക്കൂലേ? ഒരു രക്ഷയില്ലടോ. ഒരു കാര്യം ചെയ്യാം, വെറുതെ വേണ്ട, ഒരു 5,000 രൂപ അമ്മാവന്റെ പോക്കറ്റിൽ ലാഭമായിട്ട് ഞാൻ തന്നാലോ? 25,000 റുപ്യ മുടക്കിയ 5,000 റുപ്യ എനിക്ക് അമ്മാവന് ലാഭം തരും. 30 രൂപ അമ്മാവൻ അങ്ങ് തിരിച്ചു തരും, ബാക്കി ചെറിയ എന്തെങ്കിലും ലാഭം ഞങ്ങൾ രണ്ടാളും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു നല്ല കാര്യത്തിനല്ലേ. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 10-25 റുപ്യ കിട്ടുമെങ്കിൽ ഞാനെന്തിനാ കനകനോട് സംസാരിച്ചാലോ? അതൊക്കെ വേണോ? അവൻ ചെയ്യൂടാ, അവൻ ചെയ്തു തരും. എന്നാ പിന്നെ അവന്റെ കയ്യിൽ പൈസ വെറുതെ ഇരിക്കണുണ്ടെങ്കിൽ ഈ പറയുന്നത് നമുക്ക് ഇതിനു വേണ്ടി കിട്ടിയിട്ട് അമ്മാവന് 5 രൂപ പെട്ടെന്ന് കച്ചവടമായി ആളുണ്ടെന്നാ ഇപ്പൊ വിളിച്ചു വെച്ചോളൂ. ഒരു മിനിറ്റ്. കനക,
നീ എന്താ ഈ കിട്ടുന്ന ലാഭം മൊത്തം എല്ലാവർക്കും കൊടുത്തേ? ഇങ്ങോട്ട് വന്നാ ആര് കൊടുക്കണം ആർക്ക് കൊടുക്കണം നീ ചുമ്മാ ഒരു കാര്യം നടക്കട്ടെ ഇതായി പോയല്ലേ എങ്ങനെയെങ്കിലും ആ കിട്ടിയില്ലായിരുന്നു. അല്ലേ ക്ലീറ്റസ് പറഞ്ഞു കേട്ടപ്പോഴേ ഭയങ്കര കേട്ടോ ഡൽഹിയിലാകെ പ്രശ്നമാണ്. അല്ലേ അതിപ്പോ മകരമാസം അല്ലയോ, ഡൽഹിയിലൊക്കെ ഇപ്പൊ മരം കൊച്ചുന്ന തണുപ്പാ. ആ ഭയങ്കര തണുപ്പാ. അയ്യോ ഈ മകരമാസത്തിൽ ഞാനും എൻ്റെ ഹവീൽദാരും കൂടെ എൻ്റെ ദൈവമേ ആ താജ്മഹാലിന്റെ കീഴിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് എന്താ ഈ പറയണത്? ആ കാര്യം എന്നല്ല പറയണത്. പിന്നെ അതെ അമ്മ ഡൽഹി ഇപ്പം ശ്വാസം ഇല്ലാതെ ബുദ്ധിമുട്ട് അതിന് നീ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നത് പിന്നെ നമ്മുടെ അയൽ രാജ്യം അല്ലേ അല്ല സംസ്ഥാനം അല്ലേ പൊന്നളിയാ പത്രമായാലളിയാ. അല്ല അതെ ഉണ്ടായിരിക്കും ഞാൻ പറയാം. അതായത് ഇപ്പൊ ഡൽഹിയില് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പെരുകിയിട്ട് ആകെ പുകപടലാണെന്നാണ്. അപ്പൊ അവിടെ സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ് ഒരു 15 വർഷത്തിന് പഴക്കമുള്ള വണ്ടികളൊക്കെ അവിടുന്ന് വിറ്റ് ഒഴിവാക്കാം, ഓടാൻ പാടില്ല അവിടെ. നമുക്ക് അത് തന്നെ. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ ഇവിടെ ചുളുവിനെ കിട്ടാനുണ്ടെന്നും അത് ഇവിടെ ഡബിൾ വിലക്ക് വിൽക്കാനും പറ്റുന്ന അപ്പൊ അൻസാറ് പറയണത്. നമ്മളെന്ത് വേണം? അതിനിപ്പോ ഒരു 25,000 റുപ്യ കൊടുത്താൽ ഇവർക്ക് ഒരു വണ്ടി കിട്ടാണ്ട് ഇത്ര. എന്ത് വണ്ടിയാണ് അത്? ഒമിനി ഒമിനി ഇങ്ങനെ ഡോർ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നടക്കണ ആ വണ്ടി. ആംബുലൻസ് ആയിട്ടൊക്കെ ഓടുന്നു. ആ അത് തന്നെ. അപ്പൊ ആ വണ്ടി കിട്ടാണ്ട് 25,000 റുപ്യ കൊടുത്താൽ മതി. അതിന് ആളുടെ ഇത്ര അപ്പൊ തന്നെ 50,000 റുപ്യക്ക് മറച്ചു വെക്കാന്ന്. കാറ്ററിംഗ് കാരുണ്ട്. അത് ശരി, അടിപൊളിയാണല്ലോ. അത് കൊള്ളാളിയാ, അല്ലേ? അത് നല്ല പരിപാടി. ഞാൻ പറഞ്ഞില്ലടാ അവനത് കനക ഇതെങ്ങടെ പോണ്? ഇവരുടെ പ്ലാൻ എങ്ങനെയാ? നല്ല ബിസിനസ് ആണോ? നല്ല പരിപാടിയല്ലേ? അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഞാനെന്ത് വേണം? 25,000 റുപ്യ കൊടുക്ക അവർക്ക്. എന്തിന് വണ്ടി മേടിക്കാൻ ഒരു 25,000 റുപ്യ നീ കൊടുക്കുക. വേണ്ട ആ 25,000 രൂപ ഉണ്ടെങ്കിൽ 10 കുറച്ച് ഏത്തവാഴക്കന്ന് നട്ടാലുണ്ടല്ലോ അത് എന്ത് ലാഭത്തിന് നമുക്ക് നടത്താം. അമ്മ വെറുതെ വിട്ടിത്തരം പറയല്ലേ അമ്മ. ഏത്ത വാഴ വാങ്ങിച്ചു വെച്ചാൽ അത് കൊലയായി വാഴയായൊക്കെ വരാൻ എന്തോരം സമയം എടുക്കും. അതിനിടയ്ക്ക് അതിൽ വന്ന് വവ്വാല് തിന്ന എന്ത് ചെയ്യും? അല്ലെങ്കിൽ പല പന്നി വന്ന് കുത്തി മറിച്ചാൽ എന്ത് ചെയ്യും? പോയില്ലേ? വേണ്ട പഴയ വണ്ടി ഒന്നും ഇവിടെ ഇങ്ങോട്ട് കെട്ടി വലിച്ചോണ്ട് വരണ്ട. അല്ല അത് ഇവിടേക്കല്ല, നമ്മളൊരു തിരിമറി ചെയ്ത് കൊടുത്താൽ അപ്പൊ തന്നെ വിറ്റ് കാശ്. ഒന്നുമില്ല, നമ്മൾ വണ്ടി എടുക്കുന്നു, തിരിച്ചങ്ങോട്ട് വേറൊരാളിന് കൊടുക്കുന്നു, അയാളുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നു, മുതൽ അളിയന് കൊടുക്കുന്നു, ഞങ്ങൾ എന്തേലും വെള്ളം കുടിക്കാൻ എടുക്കുന്നു. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങൾ എടുക്കുക, വിൽക്കുക, കൊടുക്കുക, എന്ത് വേണോ ചെയ്തോ. തങ്കത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാൻ വേണ്ട, അങ്ങനത്തെ വലിയ സഹായം ഒന്നും വേണ്ട. അതിനേക്കാളും അവളിവിടെ ചുമ്മാ ഇരിക്കുക. എന്താ അമ്മ ജമന്തി വിളിച്ചു കേട്ടോ. ജമന്തി വിളിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് കേട്ടാ. ഇനിയിപ്പം കണ്ടു കിട്ടാത്ത കുഴപ്പമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ. നിനക്കെന്താ കുഴപ്പം? ഇത് സ്ഥിരം പരിപാടിയാണ്. ഇപ്പൊ അമ്മാവനോട് കൂട്ടിക്കുന്ന ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വളച്ചതിനകത്താക്കും. എന്നിട്ട് എന്താവും? എന്റെ പൈസയും പോവും, മുതലും പോവും, സാധനവും പോവും. ആ പരിപാടിക്ക് ഞാൻ ഇല്ല. എടാ ഇതതുപോലെയല്ല. ഇപ്പൊ നീ കാശ് ഇറക്കണതിൽ പടക്ക് ബുദ്ധിമുട്ട്. അതെ. എന്നാ ഈ എടുക്കണ വണ്ടി കനകന്റെ പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും. അതിന്റെ ആവശ്യം എന്താണ്? അത് ശരിയാവൂല. ആള് വരുമ്പോ കനകൻ ആ വണ്ടി അങ്ങോട്ട് വിൽക്കും, കനകൻ ആ വണ്ടിയുടെ പൈസ മേടിക്കും, അവൻ ചെലവാക്കിയ പൈസ എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് അങ്ങോട്ട് തരും. അല്ല അങ്ങനെയാണെങ്കിൽ മതി. അവൻ പറഞ്ഞാലും കാര്യം ഇല്ലാതെ പോലെ അമ്മ അങ്ങനെ സംസാരിക്കണേ. നിന്നാര് വിശ്വസിക്കാൻ? നീ വിശ്വാസക്കട ചെയ്യൂ. അങ്ങനെയാണ് കുഴപ്പമില്ലോ. എനിക്ക് എന്തിനാണ് ഈ പൊല്ലാപ്പിനൊക്കെ പോകുന്നത്? വെറുതെ നമുക്കൊരു ലാഭമില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇതിന് പൈസ കൊടുക്കുന്ന കാര്യം. ശരി, അമ്മ പറഞ്ഞ പോലെ സമ്മതിച്ചു. ഇപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ വിശ്വാസം. എനിക്കെന്ത് ലാഭം? വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത പൈസ. ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ചെറിയ ലാഭം നമുക്ക് കിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരു ചെറിയ ലാഭം നിനക്കും കൂടെ തരാം. 10,000-2,000 രൂപ വെള്ളം കുടിക്കാൻ തരാം. പിന്നെന്താ കുഴപ്പം? പിന്നെ തങ്കത്തിനൊരു ഗുണമല്ലടാ. ഞാനൊരു കാര്യം, എനിക്ക് ഈ പരിപാടി ആയിട്ടുന്ന യാതൊരു ഇത് എനിക്ക് പരിചയമില്ല. ഈ വണ്ടി ഇവിടെ മേടിച്ച ഇവിടെ കണ്ടറാ നോക്കുമ്പോൾ ഇവിടെ കിടക്കും. പിന്നെ ഇത് ആര് വിൽക്കും കൊണ്ടിടന്നു? എന്റെ കനക, ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ബിസിനസ് അല്ലേ. എന്റെ കയ്യിലാണ് ഇപ്പൊ ഒരാള് നിൽക്കുകയാണ്, ഒരു കാറ്ററിംഗ് കാരൻ. ഇരട്ടി പൈസക്ക് എടുക്കാൻ 50,000 രൂപ കച്ചവടം പറഞ്ഞു വെച്ചിരിക്കുക. പിന്നെ കനക ചിലപ്പോഴേ കനകന് ഇത് വണ്ടി കാണാൻ പറ്റില്ലെന്ന് വരും. അതല്ല പരിപാടിയാണ്, ഞാൻ പൈസ കൊടുത്തില്ല. അതല്ല അത് പറഞ്ഞത്, ഞാൻ പറഞ്ഞ അതല്ല. അതായത് കനകന്റെ കാശ് ഇങ്ങോട്ട് മേടിച്ച് കൊണ്ടുപോയി ആ മറ്റേ ഓണർക്ക് ആ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ആ വണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് മേടിക്കുന്നു, കാറ്ററിംഗ് കാരന് കൊടുക്കുന്നു. അപ്പൊ തന്നെ ചിലപ്പോ കനകന് എഴുതാനുള്ള സമയം പോലും വേണ്ട. അങ്ങനെയാണ് കേട്ടോ. ഇത് മിന്നൽ കച്ചവടം. എല്ലാം പെട്ടെന്നായിരിക്കും. അളിയൊരു കാര്യം ഞങ്ങൾ കൊണ്ടുവന്ന് നിന്റെ മുതലങ്ങ് തരുന്നു. ഞങ്ങൾ വെള്ളം കുടിക്കാനുള്ള എന്തെങ്കിലും എടുക്കുന്നു. എന്തെങ്കിലും കിട്ടിയ കിട്ടിക്കോട്ടെ, ഒരു നല്ല കാര്യമല്ലേ. എല്ലാ അമ്മാവനെ ഇതിന്റെ പിറകടക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോളാം. എനിക്ക് കുഴി ചാടാൻ വയ്യാത്തതാണ് പറയുന്നത്. ഞാൻ ഉറപ്പ് പറയണു, നിന്റെ കാശ് നിനക്കങ്ങോട്ട് തിരിച്ചു തരും. എന്താ ആയിക്കോളി, ഞാൻ തരാം. അവന് 2,000 റുപ്യ കൊടുക്കാന്ന് പറഞ്ഞേ. അങ്ങനെ എല്ലാവർക്കും ലാഭം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ
കാശുണ്ടാവും കയ്യിലെ? അല്ല അമ്മ, അത് അവൻ ഇതിൽ നിന്ന് മാറിപ്പോയിരിക്കാൻ വേണ്ടി പറയാം. അങ്ങനെയൊന്നും പറയണ്ട. അതെ, കൊടുക്കണ്ട. അവന് കൊടുക്കണ്ട. 7,000 ഉറുപ്പ്യ എനിക്ക് തന്നാ മതി. ആ അമ്മാവൻ 5,000 അല്ലേ തരാന്ന് പറഞ്ഞു. എനിക്കുള്ള 5,000, അവനുള്ള 2,000, അങ്ങനെ 7,000. ഓക്കെ ആണെങ്കിൽ പറയാം. ഞാൻ അല്ല ഓക്കെ ഓക്കെ എന്നാ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അയ്യോ അമ്മാവാ. വണ്ടി വന്നാ? ഓ വണ്ടി രാജാവല്ലേ ആള് കേട്ടോ. എന്താ സുഖം ഓടിക്കാനൊക്കെ? കുഴപ്പമില്ലല്ലോടാ. നല്ല സ്ട്രോങ്ങാ. കൊള്ളാം. ഏട്ടാ എവിടെ അവൻ? ദേ വണ്ടി. അളിയാ വേണ്ട വണ്ടിയാണെങ്കിൽ പൈസ കൊടുത്തത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇതുവരെ ഓടിച്ചിട്ട് ഇതിന് ഇറങ്ങാൻ തോന്നുന്നില്ല. എന്തൊരു സുഖം ഓടിക്കാൻ. നമ്മളെ വലിയ ബസ് ഓടിച്ച പോലെ ഇരിക്കണം. ഉള്ളു കൊള്ളാല്ലേ? അടി എന്താ ഇതിന്റെ പേരെന്തായിരുന്നു? ഓമിനി ഓമിനി വലിയ പണിയൊന്നും ഇല്ലല്ലേ? നല്ല കണ്ടീഷൻ ആളിയാ. എന്റെ അളിയ ഒരു കാര്യം ചെയ്യ്. ഇതിനെ കണ്ടീഷൻ അറിയണമെങ്കിൽ എല്ലാവരും കയറി നമുക്ക് ഒരു റൗണ്ട് കറങ്ങിട്ട് വരാം. കൊടുക്കണേന് അൻസാർ മറ്റേ കച്ചവട പാർട്ടി വിളിക്കാൻ പോയിക്കാണ്. നമ്മളിത് കറങ്ങിട്ട് കൊടുത്താ പോരെ? ഓ പെട്ടെന്ന് അവർ വരെ ഒരു കുറച്ച് സമയം എടുക്കും. നീ ഇവിടെയാ? കനക, വണ്ടി കണ്ടിട്ട് എനിക്ക് വിൽക്കാൻ തോന്നുന്നില്ല. ശരിയാട്ടാ, വിക്കണ്ട ഏട്ടാ. നല്ല വണ്ടിയാ. നമുക്ക് ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഈ വണ്ടിക്ക് പോവാലോ. എന്താന്ന് കൊള്ളാല്ലേ? അല്ല ഞാൻ വിക്കണ്ട ക്ലീറ്റോ ചേട്ടാ, നല്ല വണ്ടി. തമാശ പറയണം. അല്ലേടി? ഇതൊരു ആളുമായിട്ട് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കണതാണ്. അവരിപ്പോ വരും കാശുമായിട്ട്. എന്ത് വാക്കാളിയാ? നമ്മൾ ടോക്കൺ അഡ്വാൻസ് ഒന്നും മേടിച്ചിട്ടില്ലല്ലേ? നമ്മൾ വണ്ടി മേടിച്ച് നമുക്കിപ്പോ കൊടുക്കണ്ട തോന്നി നമ്മൾ കൊടുക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ. ചുമ്മാടി മണ്ണും മുണ്ണാക്ക് പറഞ്ഞിടാന്ന് വർത്താനം പറയണം. അളിയ വണ്ടി കച്ചവടം എന്ന് പറയുന്നത് നെറിയുള്ള കച്ചവടമാണ്. അല്ലെങ്കിൽ തോന്നിയ ദിവസം ഒന്നും കാണിക്കാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പൈസ കൊടുത്തിട്ട് വണ്ടി മേടിച്ചു. ആ വണ്ടി നമ്മൾ കൊടുക്കണ തീരുമാനിക്കും. ഇടേ നമ്മളെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞാൽ നീ എന്താണ് പറയണത്? ഞാൻ നിന്റെ 25,000 രൂപ കടം മേടിച്ചു. കടം മേടിച്ചിട്ട് അതിലൊരു വണ്ടി എടുത്ത്. അത്രേ ഉള്ളൂ. അമ്മ എന്താ പറയുന്നത്? അല്ല, ഈ 25,000 രൂപ ഞാൻ എണ്ണി കൊടുത്തു. അതിനൊരു വണ്ടി വാങ്ങി. അത് എന്റെ പേരില്. ഇനി ഞാനത് കൊടുക്കണ്ട തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ 25,000 രൂപയാണല്ലോ നിന്റെ പ്രശ്നം. തങ്കം മറ്റേ 20,000 രൂപ എടുത്തോണ്ടോ? എടി തൊഴിലുറപ്പിൽ നിന്ന് കിട്ടിയില്ലേ ആ 20,000 രൂപ ലോണ്? പോയി അതെടുത്തോണ്ട് വരാൻ. അതപ്പൊ തന്നെ ഞാൻ കൊടുത്തില്ലേ? കൊടുത്താ? നിന്റെ കയ്യിലൊക്കെ പൈസ വന്നാൽ സൂക്ഷിച്ചു വെക്കാൻ. അപ്പൊ എടുത്തൊക്കെ ചെലവാക്കി ക്ലീറ്റ മേടിച്ച കടം കൊടുത്തു തീർത്തതാ ഞാൻ. അല്ലാതെ എന്റെ തർക്കമൊന്നും വേണ്ട. നീ ചാവി വരുമ്പോ ഇത് കളിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ തമാശ കളിയൊന്നും അല്ല ഇത്. വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരാളെടുത്ത് വിളിച്ച് വരുത്തിയിട്ട് എനിക്ക് ചീത്ത. ഞാനേ കുറെ വർഷമായിട്ട് വണ്ടി കച്ചവടം ചെയ്യുന്ന ആളാണ്. ബാക്കി എല്ലാം നല്ല പേരും കൂടെ ഉണ്ടാക്കി വെച്ചേക്കും. തങ്കം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതാ നീ കേട്ടോ. എടാ, ഒരു പ്രശ്നമുണ്ട്. വണ്ടി അവന്റെ പേരിലല്ലേ, അവൻ കൊടുക്കില്ലേ പറഞ്ഞ എന്താ ചെയ്യാ? ഇപ്പം അതാണ് ഒരു പ്രശ്നമെങ്കിൽ പിന്നെ ഞാൻ പരിഹാരം പറഞ്ഞുതരാം. അപ്പൊ വണ്ടി നിനക്ക് വേണം, അതാണല്ലോ പ്രശ്നം. നീ ഒരു 25,000 രൂപ കൂടെ ഇങ്ങനെ തന്ന വണ്ടി നീ എടുത്തോ. 25,000 രൂപ തന്നിട്ടാണല്ലോ വണ്ടി മേടിച്ചത്. പിന്നെ 25,000 രൂപ. ആ 25,000 വണ്ടി നമ്മൾ തമ്മിൽ ഞാൻ നിന്റെ കടം മേടിച്ചത്. അല്ല, വണ്ടിയുടെ വില 25,000 രൂപ തന്നു. ഞാൻ കടമായിട്ട് മേടിച്ച് 25,000 രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി എടുത്തോണ്ട് വന്നു. അപ്പൊ ഇനി അത് ഞാൻ മറിച്ച് വിൽക്കാൻ കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പൊ അതിന് 25,000 രൂപ എന്റെ ലാഭം വേണം. 50,000 റുപ്യക്ക് അൻസാർ വിൽക്കാന്ന് പറഞ്ഞ വണ്ടിയല്ലേ? അവൻ പറഞ്ഞാലും ഞാൻ ഉണ്ട്. അതെ, എന്തിനായത്? പിന്നെ ഞാനല്ലാതെ ഒരു കാര്യം നീ വിറ്റോ. അല്ല, നീ വിറ്റോടാ. എന്റെ പേരിരിക്കുന്ന സാധനം നീ വിറ്റോ. അത് പറ്റില്ലല്ലോ. നീ അല്ലെ വേണ്ട, നമുക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യാന്ന, ഇപ്പം പറഞ്ഞ 50,000 കൊടുക്കണമെങ്കിൽ നമ്മുടെ വണ്ടിയല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഒരു 32,000 റുപ്യ കൊടുത്തിട്ട് ആ വണ്ടി ഇയാൾ എടുത്തു. അല്ല, ഇത് എവിടത്തിനായോടെ? 25,000 രൂപ കൊടുത്ത് ഞാൻ എന്റെ പേരിൽ മേടിച്ച വണ്ടി അതിനൊരു 7,000 രൂപ അത് കൊടുക്കേണ്ട കാര്യം എന്താണ്? ഓ, ആ കച്ചവടം ഒന്ന് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. കനക, ഞാൻ ഒരു കാര്യം പറയാം. 25,000 രൂപ കൊടുത്താലും ഈ വണ്ടി മുറ്റത്ത് കിടക്കും. എന്തിനാ എനിക്ക് മനസ്സിലാവാത്തത്? എന്തിനെന്ന് പറഞ്ഞാൽ അത് കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ, ഞാൻ കഷ്ടപ്പെട്ട എന്റെ അധ്വാനത്തിന് ഒരു വിലയില്ലേ? 25,000 രൂപ. ഇത് കൊള്ളാരുടെ മുടക്കുകളുടെ ഇരട്ടിയോ ലാഭോ? നീ അത് ഇതൊന്നും പറയണ്ട. വണ്ടി കച്ചവടം തന്നെ അങ്ങനെയാണ്. കിട്ടുമ്പോ കിട്ടും, ഇല്ലാത്തപ്പോ ഇല്ല. അത് വീട്ടിൽ തന്നെ ലാഭം ഉണ്ടാകണോ? ഇതിപ്പോ നിനക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. 25,000 രൂപ കടമായിട്ട് മേടിച്ചാണ്. നീ കളിക്കരുത്, ഇത് ചതിയാണ്. നീയാണോ? എന്ത് ചതി? അളിയാ ക്ലീറ്റസാ, അളിയാ വന്നാ പാർട്ടി വന്നാ. ഇല്ല അളിയാ, അളിയ എത്ര പെട്ടെന്ന് ഈ വണ്ടി ഇവിടുന്ന് മാറ്റണം അളിയാ. അളിയ പ്രശ്നമുണ്ടെന്ന്. എന്ത് പ്രശ്നം? അളിയ ഇപ്പൊ പോലീസ് വരും. അളിയ ദാണ്ട നോക്കുക, ഈ വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്നിരിക്കുന്നുണ്ടോ? വായിച്ചു നോക്കാം അങ്ങോട്ട്. ഈ വാഹനം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പാലോട് ഇളവട്ടം LP സ്കൂളിന് സമീപത്തു നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ വാഹനമാണ്. ഈ വാഹനം എവിടെ കണ്ടാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 51 52.
വണ്ടി എടുത്തോണ്ട് വിളിപ്പോ, വണ്ടി എടുത്തോണ്ട് പോ. നിന്റെ പേരിലുള്ള നിന്റെ വണ്ടി എവിടെ വെച്ചാൽ എടുത്ത് മാറ്റിക്കോ. അതെന്താ ക്ലീറ്റസ് നീ അങ്ങനെ പറയണത്? അനാവശ്യം പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? വെറുതെ തന്നെ 25,000 രൂപ മേടിച്ചോണ്ട് ഒരു പോലീസ് പിടിക്കുന്ന വണ്ടി എടുത്തോണ്ട് നീ ബഹളം വെക്കല്ലേ? ഈ വണ്ടി നിന്റെ പേരിലാണോ? അത് അങ്ങനത്തെ വണ്ടിയാണോ നീ മരുവന്റെ പേരിൽ മേടിച്ചു കൊടുക്കുക? ഇതേ എന്റെ പേരിൽ വാങ്ങാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല. അപ്പൊ ആരെ പേരിലാണോ ആ ആളാണ് വണ്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്തം. എനിക്ക് വേണ്ട, എനിക്ക് എന്റെ 25,000 രൂപ കിട്ടണം. എന്നിട്ട് ഈ വണ്ടി ഇവിടെ കത്തിച്ചോളാം. എന്താ വണ്ടി എടുത്തിട്ട് ഓടാനത് എനിക്ക് സൗകര്യമില്ല. നിന്റെ വണ്ടി നിന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കണം. നീ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്താണോ? എടാ നീ അങ്ങനെ പറയലടാ. പോലീസ് നിരീക്ഷണത്തിലെ കള്ളത്തരത്തിലുള്ള എവിടെയോ കിടന്ന വണ്ടി നീ ഇവന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ? ഇത്ര വലിയ ചതി ചെയ്യാൻ പാടുള്ളൂ. ആ അപ്പൊ ഞാൻ ചെയ്തതാണ് ചതിയല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്ത ചതിയല്ലേ അമ്മാവ? ഞാൻ എന്ത് ചെയ്ത്? നിസ്സാരം 7,000 രൂപ കമ്മീഷന് വേണ്ടിയിട്ട് സ്വന്തം ചോരയെ ചതിച്ചില്ലേ അമ്മാവ? നിങ്ങളൊരു അമ്മാവനാണ് അമ്മാവ. എന്നാ പിടിക്ക് വണ്ടിയുടെ താക്കോലി. എന്താന്ന് വെച്ചാ Alien versus Alien.